ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. നീ അവിടെ ഒന്ന് നിന്നേ. എന്താ ശിവേട്ടാ? അല്ല, അറിയാൻ വയ്യാണ്ട് ചോദിക്കുക, നീ ഇത് എന്ത് ഭാവിച്ച? എന്ത് ഭാവിച്ചെന്നോ? ശിവേണ്ണ എന്താ ഉദ്ദേശിക്കുന്നത്? രാത്രിയിൽ ഇന്ദുവിന്റെ മുറി നിനക്കെന്താ കാര്യം? ഇതിപ്പോ പല വട്ടമായി ഞാൻ കാണുന്നത്. ശിവേട്ടാ, ഞാൻ ഒരു ബിസിനസ് മാറ്റർ സംസാരിക്കാൻ വേണ്ടി പോയതാ. ബിസിനസ് സംസാരിക്കേണ്ടത് ഓഫീസിലാണോ അത് വീട്ടിലാണോ? അല്ല, വാദ്യാർ പണിയൊക്കെ വിട്ടിട്ട് ഇപ്പൊ നീ വ്യാപാരം തുടങ്ങിയോ? നിന്നോട് ചോദിച്ചിട്ടില്ലേ? ശിവേട്ടാ, ഞങ്ങളുടെ സ്കൂളിലേക്ക് ചില ഫർണിച്ചറുകൾ വേണമായിരുന്നു. ബൾക്ക് ഓർഡർ ആയതുകൊണ്ട് തന്നെ എന്നെയാണ് മാനേജ്മെന്റ് കാര്യങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നത്. അതിന്റെ ഓർഡർ ഷീറ്റ് ഇന്ദുവിനെ ഏൽപ്പിക്കാൻ വേണ്ടി പോയതാ ഞാൻ. ഓഹോ, അങ്ങനെ. കമ്പനി ഉടമകളായ രണ്ടുപേര് വീട്ടിലുണ്ടായിട്ടും അവരൊന്നും ഏൽപ്പിക്കാതെ കമ്പനി സ്റ്റാഫ് ഒറ്റയ്ക്ക് താമസിക്കുന്ന റൂമിൽ പോയി ഓർഡർ ഫോം കൊടുക്കാൻ പോയിക്കണു. അതും രാത്രി തന്നെ. എത്ര ആലോചിച്ചിട്ടും അതിന്റെ ലോജിക്ക് എനിക്ക് ഇവിടെ കിട്ടുന്നില്ല. ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരുത്തിയുടെ മുറിയിൽ ഏത് തരം ബിസിനസ്സാണ് ഈ നേരത്ത് സംസാരിക്കണമെന്ന് തിരിച്ചറിയാനുള്ള പക്വതയൊക്കെ എനിക്കുണ്ട്. അതുകൊണ്ട് രാത്രിക്ക് രാത്രിയുള്ള ഈ കൂട്ടുകച്ചവടം ഇന്നത്തോണ്ട് നിർത്തിയാക്കണം. പറഞ്ഞില്ലെന്ന് വേണ്ട, വെറുതെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ. വീട് എന്റെ കയ്യിൽ നിന്ന്. ഇത്രയ്ക്ക് വൃത്തികെട്ട മനസ്സായിരുന്നു ശിവേട്ടന്റെ എന്ന് ഞാൻ കരുതിയില്ല. കുറെ നാളെ ഞാനും ചെറുത് ശ്രദ്ധിക്കുന്നു. ശിവേട്ടൻ എന്ത് ഇന്ദുവിനോട് ഇത്ര പുച്ഛം? അവളുടെ അച്ഛന്റെ ബാധ്യത ഓർത്താണോ? ആവശ്യമില്ലാത്തത് തിരിച്ചറിയാൻ ശിവേട്ടന് പക്വതയായതുപോലെ ആവശ്യമുള്ളത് തിരിച്ചറിയാൻ എനിക്കും പക്വതയായി. പ്രായപൂർത്തിയായ ഒരു പുരുഷനാണ് ഞാൻ, അല്ലാതെ ശിവേട്ടന്റെ താളത്തിന് തുള്ളിയിരുന്ന ആ പഴയ ഇള്ളക്കുഞ്ഞല്ല. ഇനി മേലിൽ എന്റെ സ്വാതന്ത്ര്യങ്ങളിൽ കൈയെടുത്താൻ വരരുത്. അതെനിക്ക് ഇഷ്ടമല്ല ശിവേട്ടാ. വേണ്ട, അത്തരം വിരട്ടിലൊന്നും എന്റെ അടുത്ത് വേണ്ട ശിവേട്ടാ. എനിക്കറിയണം, ഞാൻ ഇന്ദുവിന്റെ മുറി പോയ ശിവേട്ടൻ എന്താ? ഏട്ടനിപ്പോ ഇന്ദു വെറും ഒരു ഓഫീസ് സ്റ്റാഫ് മാത്രമായിരിക്കും. പക്ഷെ എനിക്ക് അങ്ങനെയല്ല. ഞാൻ താലി കെട്ടാൻ കൊതിച്ചിരിക്കുന്ന എന്റെ പ്രാണനേക്കാൾ സ്നേഹിക്കുന്ന പെണ്ണാ ഇവള്. അതുകൊണ്ട് എനിക്ക് തോന്നുന്ന സമയത്തൊക്കെ ഞാൻ ഇന്ദുവിനെ കാണാൻ പോവും. അത് തടയാൻ ഒരാളെയും ഞാൻ സമ്മതിക്കില്ല. ഞങ്ങളുടെ സ്നേഹത്തെ എങ്ങാനും മറ്റൊരു കണ്ണിൽ വ്യാഖ്യാനിക്കാൻ വന്നാലുണ്ടല്ലോ, ഇനി ഞാനത് സഹിച്ചൊന്നും വരില്ല. അത്രത്തോളം നീ വളർന്നോടാ. ഓണം തരവും നോക്കി പെരുമാറാവുന്ന ഓർമ്മ വേണം. ആ ഓർമ്മ തിരിച്ചുണ്ടാവണം. എത്ര നാളെന്ന് വെച്ചിട്ടാ ഞാൻ ഇങ്ങനെ ഇതൊക്കെ സഹിക്കുന്നേ? ഏട്ടന്റെ ചുരുക്ക് തീരണമെങ്കിലേ അതിന് പോയൊരു പെണ്ണ് കെട്ടിക്കൊണ്ടുവരാ ചെയ്യണ്ടേ? ഓക്രതരം കാണിച്ചിട്ട് ന്യായീകരിക്കുന്നു. കൂടെ പറപ്പിക്കാനും ഇത്രണ്ട് വക്കാലത്ത് പറയാനും അവളെ നീ താലി കെട്ടിയിട്ടൊന്നുമില്ല. കെട്ടിയ ശേഷം മതി ഇതുപോലെയുള്ള അവകാശം പറയല്. അല്ലാണ്ട് അവിടെ പോയിട്ടുള്ള ഈ കൂട്ടുകിടപ്പുണ്ടല്ലോ, അത് ഈ കളപ്പൊരിക്കൽ വേണ്ട. ഈ ശിവൻ ജീവിച്ചിരിക്കുമ്പോ സമ്മതിക്കില്ല.
അതെങ്ങനെയാ? വാതിലും തുറന്നു വെച്ച് കാത്തിരിക്കല്ലേ ഇവിടെ ഒരാള്? ഒരക്ഷരം നീ ഇനി മിണ്ടി പോരുത്. പറഞ്ഞ് എന്ത് പറയാവുന്നായടാ? നീ ആരെ കുറിച്ച് ഇപ്പൊ പറഞ്ഞെന്നറിയോ? കണിമംഗലത്തെ കുട്ടിയെ കുറിച്ച്. പറയടാ മാപ്പ്. എടോ, ഇവളോട് മാപ്പ് പറയാനാ പറഞ്ഞേ. ചേച്ചിയമ്മ നീ മിണ്ടരുത്. രണ്ടിന്റെ ശബ്ദം ഇനി ഈ വീട്ടിൽ കേൾക്കരുത്. ഒരു പെണ്ണിന്റെ പേരിൽ തമ്മിലടിക്കാൻ നിനക്കൊക്കെ നാണമില്ലേടാ? കഷ്ടം. ചേച്ചിമേ ദേവേട്ടൻ. മതി. വിശദീകരണമൊന്നും എനിക്ക് കേൾക്കണ്ട. നീ വേണമായിരുന്നു നോക്കിക്കണ്ട് പെരുമാറാൻ. നീ തെറ്റെയ്തൊന്നല്ല ഞാൻ പറഞ്ഞത്. നീ അങ്ങനത്തെ കുട്ടിയല്ല. പക്ഷേ ഈ സാഹചര്യം നീ വിചാരിച്ച് ഒഴിവാക്കാമായിരുന്നു. രാത്രിയിൽ ദേവൻ അങ്ങോട്ട് വരുമ്പോ നീ എതിർക്കണമായിരുന്നു. ഞാനൊന്നും പറയുന്നില്ല. കഴിഞ്ഞെങ്കിൽ എല്ലാരും ഒന്ന് പോവോ? ഇപ്പൊ നീ എന്നോടൊന്നും ചോദിക്കരുത്. ഒക്കെ ഞാൻ വന്നിട്ട് പറയാം. നീ വിഷമിക്കണ്ട. എത്ര നാൾ വേണേലും നിനക്ക് ഇവിടെ താമസിക്കാം. നീ എങ്ങനെ ഇങ്ങോട്ട് വരും? വലിയ ദൂരമൊന്നും അല്ലല്ലോ, ഞാൻ നടന്നു വരാം. ഈ രാത്രിക്കോ? അതൊന്നും വേണ്ട. തൊട്ടടുത്തൊരു ഓട്ടോക്കാരൻ ചേട്ടനുണ്ട്. ഞാൻ അയാളെ കിട്ടുമെന്നൊന്ന് നോക്കട്ടെ. അതൊന്നും വേണ്ട ദീപേ. ജീവിതം തന്നെ ഇരുട്ടായി ഞാൻ ഇനി എന്ത് പേടിക്കാനാ? ഞാൻ നടന്നു വന്നോളാം. വേണ്ടാത്തൊന്നും പറയണ്ടെന്തോ. ഞാൻ പോയി ആ ചേട്ടനുണ്ടോന്ന് നോക്കട്ടെ. നീ ഫോൺ വെച്ചേ. അച്ഛൻ്റെ എന്തു ഒറ്റയ്ക്കാവാൻ പോവാ.
അവിടെ ഒരു കുട്ടി നിപ്പുണ്ട്, ഒന്ന് നിർത്തണേ. ഇന്ദു, വാ കേറ് കേറ്.
താൻ എന്ത് നിൽപ്പാടോ? കഴിക്കാൻ കിടക്കുന്നു വേണ്ടേ? വിഷമിക്കാതറോ. ഏറിയ 1-2 ദിവസം, അതിനുള്ളിൽ ശിവനത് മറന്നോളും. താൻ വാ, വന്നു വല്ലതും കഴിക്കാൻ നോക്ക്. പിള്ളേരും വിശന്നിരിക്കുക. ചിലതൊക്കെ മറക്കാൻ ആർക്കും കഴിയില്ല മഹേട്ട. അങ്ങനെ ഒന്ന് കണ്ടു നിൽക്ക ഞാനിവിടെ. ഏട്ടനീ മുറ്റം കണ്ടോ? ഇപ്പോഴും അവിടെ ഓടിച്ചാടി നടക്കുന്ന 3 കുട്ടികളെ എനിക്ക് കാണാം. അവർക്ക് പിന്നാലെ ഒരു തള്ളക്കോഴിയെ പോലെ ഞാനും. അന്നവന്മാര് വല്ലാത്ത കുസൃതികളാ. ചെറിയ കാര്യങ്ങൾക്ക് പോലും ശിവൻ എപ്പോഴും ഒച്ചയിടും. അവന്മാര് വഴക്കിടും, തല്ലുപിടിക്കും. എല്ലാം ആസ്വദിച്ച് നടുവിലിരിക്കുന്ന എന്റെ മടിയിലേക്ക് 3 പേരും കൂടി ആർത്തലച്ചൊരു വരവുണ്ട്. പിന്നെ പരാതിയായി, പരിഭവമായി. ഒക്കെ കേക്ക അവരുടെ അച്ഛനും അമ്മയായി ദൈവം എന്നെയല്ലേ ബാക്കി നിർത്തിയത്. ഗൗരി, ഗൗരി, ഗൗരി. വൈകിട്ടിനറിയോ, എത്രയൊക്കെ വികൃതി കാട്ടിയിട്ടും ഞാൻ എന്റെ ശിവനെ ഒന്നും നുള്ളി നോവിച്ചിട്ട് കൂടിയില്ല. അവനോട് പിണങ്ങി ഞാൻ ഈ കട്ടിലേക്ക് കിടക്കും. എല്ലാരും ഓർക്കായ ശേഷം അവ എന്റെ അരികില് വരും. എന്നിട്ട് ദേ ഇവിടെ ഇങ്ങനെ കിടക്കും. അപ്പൊ ഞാൻ അവനെ ശ്രദ്ധിക്കില്ല കേട്ടോ. ഒടുവിൽ ചേച്ചിയമ്മന്ന് വിളിച്ച് കെട്ടിപ്പിടിച്ചൊരു കരച്ചിലുണ്ട്. എന്റെ കവിളിലും നെറ്റിയിലും ഒക്കെ ഉമ്മ വെച്ച് ഒരുപാട് സോറി പറഞ്ഞ എന്റെ കുഞ്ഞു കിടന്ന് ഉറങ്ങണത്. ഉള്ളുകൊണ്ട് അത്ര പാവ എന്റെ മോൻ. എന്നിട്ട് ഈ കൈ കൊണ്ട് ഞാൻ ഇന്നവനെ തല്ലി പോയിട്ടാ. എന്റെ നെഞ്ച് പൊള്ള. നീ വിഷമിക്കണ്ട. കഴിഞ്ഞത് കഴിഞ്ഞു. അവൻ നിന്റെ അടുത്ത് വരും. ഇല്ലേ നീ കണ്ടോ? അങ്ങനെ ആശിക്കാനാ മഹേട്ടാ എനിക്കും ഇഷ്ടം. ഗൗരി, ചങ്ക് തകർന്ന് ഞാൻ മരിച്ചു പോകും. ഈ രാത്രി അവൻ ഉറങ്ങുമെന്ന് നീ കരുതുന്നുണ്ടോ? ഈ ഓർമ്മകളൊക്കെ അവനും ഉണ്ടാവും. അവൻ വരും. വെറുതെ മനസ്സ് വിഷമിപ്പിച്ചിരിക്കാതെ താൻ കിടക്ക്. ഞാൻ ലൈറ്റ് ഓഫ് ചെയ്യാം. ലൈറ്റ് അടിച്ച് മഹേട്ടൻ പൊയ്ക്കോ. കുറച്ചു നേരം ഞാനൊന്ന് ഒറ്റയ്ക്കിരുന്നോട്ടെ.